പൈൽസ് വന്നു കഴിഞ്ഞാൽ അത് ബ്ലീഡിംഗ് ആയിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അത് തന്നെ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണ്. അപ്പൊ അത് ഏത് സ്റ്റേജിനനുസരിച്ച് നമുക്കത് തീരുമാനിക്കാൻ പറ്റും. ഓരോരുത്തർക്കും ഓരോ സർജറി ആയിട്ട് ഓരോ പ്രൊസീജിയറിനെ നമുക്ക് കോൺട്രിബ്യൂട്ട് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖങ്ങളല്ല. ഇത് മൂന്നും വെവ്വേറെ അസുഖങ്ങളാണ്: പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല. സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും ഒരുപോലെ പറയാൻ മടിക്കുന്ന ഒരു ഡിസീസാണ് പൈൽസ്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഡോക്ടേഴ്സ് ടോക്കിങ്ങിൽ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ അനുഷ് മോഹനാണ്. മോഹൻ സ്കിൻ ആൻഡ് ഗ്യാസ്ട്രോ കെയർ ക്ലിനിക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഡോക്ടർ SP മെഡിഫോർട്ട്, കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ സർജനാണ്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഡോക്ടർ, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ വരുന്ന, ഏകദേശം എല്ലാവർക്കും വരുന്ന ഒരു അസുഖമാണ് പൈൽസ്. പക്ഷെ ഇത് പലപ്പോഴും പറയാൻ മടിച്ച് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ഒരുപാട് വൈകിയൊക്കെ ആയിരിക്കും എത്തുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പൈൽസ് എന്നുള്ള രോഗം പിടിപെടുന്നത്? എങ്ങനെയാണ് പൈൽസ് എന്ന് പറയുന്ന രോഗം വരാൻ കാരണം ഇപ്പോഴത്തെ ഫുഡ് ഹാബിറ്റ്സ് തന്നെയാണ്. അതായത് കൂടുതലായിട്ടുള്ള റെഡ് മീറ്റ് ഉപയോഗം, നോൺ വെജ് ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുകയും ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് താരതമ്യേന നേരത്തെക്കാളും ഒക്കെ ആൾക്കാർ ഇപ്പോൾ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫുഡിനകത്തുള്ള ഫൈബർ കണ്ടന്റ് കുറയുന്നത് കൊണ്ടും മലബന്ധം കൂടുതലായിട്ട് വരികയും അത് കാരണം മലം കട്ടിയാവുകയും പിന്നെ അതിലൂടെ ഒരു ഫ്രിക്ഷൻ വരുന്നത് കൊണ്ടാണ് പൈൽസ് കൂടുതലായിട്ട് വരാൻ കാരണം. പിന്നെ നമ്മൾ ഇപ്പം ആഹാരം, ജോലിയുടെ തിരക്കിനിടയ്ക്ക് ആൾക്കാർ ഇപ്പോൾ സമയത്ത് നല്ലപോലെ വെള്ളമൊന്നും കുടിക്കുന്നില്ല. അതും ഒരു മോഷൻ കട്ടിയാവുന്നതിന് ഒരു കാരണമായി കാണാറുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കൊണ്ടിട്ട് മോഷൻ കട്ടിയായി ആ ഒരു ഫ്രിക്ഷൻ കാരണം അവിടുത്തെ ഞരമ്പുകളൊക്കെ വലിച്ച് അവിടെ ഒരു ഞരമ്പുകളൊക്കെ വലുതാവുന്നത് കാരണമാണ് പൈൽസ് വരുന്നത്. നമുക്ക് എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, കോൺസ്റ്റിപ്പേഷൻ ഒക്കെ വരുന്നതാണ് മിക്കവാറും. അപ്പൊ ഇതിന്റെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ എപ്പോഴാണ്? ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ വന്ന് നമുക്ക് ഈ പൈൽസിലോട്ട് എത്തുന്ന ഒരു സിറ്റുവേഷൻ എപ്പോഴായിരിക്കും? പൈൽസ് വന്നു കഴിഞ്ഞാൽ അത് ബ്ലീഡിംഗ് ആയിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അത് തന്നെ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണ്. പക്ഷെ പൈൽസ് എന്ന് പറയുന്ന ആ ആള് മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളൊരു ഫാക്ട് ആയതുകൊണ്ട് അവർ മാത്രമേ അറിയുന്നുള്ളൂ, വേറെ ആരും അറിയുന്നില്ല എന്നതുകൊണ്ട് ഇത് അധികം ആൾക്കാർ അറിയാതെ അവർ കഴിയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ചമ്മല് കാരണം പറയാൻ മടിക്കുകയും അത് കൊണ്ട് നടക്കുകയും ബ്ലഡ് കണ്ടിന്യൂസ് വാർന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അത് ഏതൊരു സിറ്റുവേഷൻ ആയാലും പൈൽസ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സീരിയസ് സിറ്റുവേഷൻ തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ കോൺസ്റ്റിപ്പേഷൻ വരാറുണ്ടല്ലോ. അപ്പൊ ഈ കോൺസ്റ്റിപ്പേഷൻ എപ്പോഴും വരുമ്പോഴാണോ ഈ ഒരു പൈൽസിലേക്ക് എത്തുന്നത്? അത് ഒരു കാരണമാണ്. കോൺസ്റ്റിപ്പേഷൻ ഒരു കാരണമാണ് പൈൽസിന്. പിന്നെ അത് കൂടാതെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എല്ലാവരും ഭയങ്കര ബിസിയാണ്. എല്ലാവരും നടക്കുകയും കൂടുതൽ സമയം ഇരുന്നുള്ള ജോലിയൊക്കെ ആകുമ്പോഴത്തേക്കും ഗ്രാവിറ്റി വെച്ചിട്ട് അവിടെ ഒരു ബ്ലഡ് എല്ലാം അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അല്ല, കോൺസ്റ്റിപ്പേഷൻ മാത്രം വന്നു കഴിഞ്ഞാൽ പൈൽസ് എല്ലാവർക്കും വന്നുകൊള്ളണം എന്ന് നിർബന്ധമില്ല. പൈൽസ് എന്ന് പറയുന്ന രോഗം ഇപ്പൊ സ്ത്രീകൾക്കായിരുന്നാലും പുരുഷന്മാർക്കായിരുന്നാലും വരാറുണ്ട്. ഇതിന്റെ മെയിൻലി ഒരു ചികിത്സാ രീതികളൊക്കെ എങ്ങനെയാണ്? ചികിത്സാ രീതി പൈൽസ് ആരംഭ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ടാബ്ലറ്റ്സ് തന്നെ മതിയാകും. ആ ഒരു ബ്ലീഡിങ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഞരമ്പ് മാത്രം പഠിച്ച് കിടക്കുന്ന ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അതിൽ ടാബ്ലറ്റ്സിലൂടെ നമുക്കത് ക്യൂർ ചെയ്തെടുക്കാൻ പറ്റും. ഫസ്റ്റ്. സെക്കൻഡ്, ടാബ്ലറ്റ്സ് ഈ ഞരമ്പ് ചുരുക്കാൻ മാത്രമാണ്. കോൺസ്റ്റിപ്പേഷന് ഒരു പരിഹാരമല്ല അത്. കോൺസ്റ്റിപ്പേഷന് തന്നെയാണ് നമ്മൾ അല്ലാതെ ഡയറ്റ് മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്ത് മോഷൻ അത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫൈബറൊക്കെ ആഡ് ചെയ്ത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസും വെള്ളമൊക്കെ നന്നായിട്ട് കുടിച്ച് പഴവർഗ്ഗങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും പൈൽസിന്റെ ഒരു ബുദ്ധിമുട്ടങ്ങ് മാറും. ഇതിന് പുറമെയാണ് മെഡിസിൻസും കൂടെ വരിക. അതിനും പുറമെ നമ്മൾ മോഷൻ കോൺസ്റ്റിപ്പേഷൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മോഷൻ അയഞ്ഞു പോകാനുള്ള മെഡിസിൻസും കൂടെ നിങ്ങൾ കഴിച്ചാൽ ഇതൊരു മെഡിസിൻസിലൂടെ മാറും. ആ സ്റ്റേജിനൊക്കെ അപ്പുറമാണെങ്കിൽ നമ്മൾ സർജറി വേണ്ടി വന്നേക്കാം. സർജറി എന്ന് പറയുമ്പോഴത്തേക്ക് പണ്ടത്തെ കൺവെൻഷണൽ ഓപ്പൺ സർജറി അല്ല. ഇപ്പോൾ ഞങ്ങൾക്ക് സ്റ്റേപ്പിൾ സർജറി ഒക്കെ ഉണ്ട്. സ്റ്റേപ്പിൾ സർജറി ഉണ്ട്, പൈൽസിന് വേറെ ലേസർ ടെക്നിക്സ് ഉണ്ട്, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ടെക്നിക്സ് ഉണ്ട്, എന്നിങ്ങനെ പല പല നൂതന ടെക്നോളജീസ് ഉണ്ട്. അപ്പൊ അത് ഏത് സ്റ്റേജിനനുസരിച്ച് നമുക്കത് തീരുമാനിക്കാൻ പറ്റും. ഓരോരുത്തർക്കും ഓരോ സർജറി ആയിട്ട് ഓരോ പ്രൊസീജിയറിനെ നമുക്ക് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് എല്ലാവർക്കും ലേസർ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുകയും എല്ലാ സ്റ്റേജിലും സ്റ്റേപ്പിൾ സർജറി വേണ്ടി വരിക അങ്ങനെയില്ല. അപ്പൊ അതുകൊണ്ട് ലേസർ പറ്റുമെങ്കിൽ ലേസർ ട്രീറ്റ്മെന്റ് ആ പറ്റുന്ന ആൾക്കാർക്ക് മാത്രം. ഇപ്പോഴത്തെ പുതിയ ടെക്നോളജീസ് ഒക്കെ വെച്ചിട്ട് ഓരോരുത്തർക്കും ഓരോരോ ട്രീറ്റ്മെന്റ് ആയിരിക്കും നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ പൈൽസ് ആദ്യ തുടക്കത്തിൽ തന്നെ നമുക്ക് വീട്ടിലാണല്ലോ നമ്മൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ ആ ഒരു ആരംഭഘട്ടത്തില്?
അത് വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് പൈൽസ് ആണ്, കുറച്ച് ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് പൈൽസ് ആണെന്ന് നമ്മൾ തീരുമാനിക്കാൻ പാടില്ല. കാരണം ഇത് മറ്റ് അസുഖങ്ങളുടെ ഒരു ഇനിഷ്യൽ ലക്ഷണങ്ങളും കൂടെ ആയിരിക്കാം. എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വലിയ വലിയ അസുഖങ്ങളുടെ ചെറിയ സൂചനകൾ മാത്രമായിരിക്കാം ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. മോശം പോകുമ്പോൾ ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അത് പൈൽസ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിന് മുമ്പ് അതിനകത്തേക്കൊരു കുഴലിറക്കി ഒരു ടെസ്റ്റ് ചെയ്ത് ഇത് തന്നെയാണെന്ന് കൺഫേം ചെയ്യുകയും ക്യാൻസറും മറ്റു അസുഖങ്ങളും അല്ലാന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നത് അത്യാവശ്യമാണ്. കാരണം ഏത് പ്രായത്തിലും ഇപ്പം ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. ഈ പൈൽസും ഫിഷർ ഫിസ്റ്റുലയും സെയിം ആണോ? രണ്ടും ഒരേപോലെ വരുന്ന രോഗങ്ങളാണ്? അത് വളരെ അധികം ആൾക്കാർക്കുള്ള ഒരു ഡൗട്ടാണ്. ആദ്യമേ ബ്ലീഡിങ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഫിസ്റ്റുലയാണ്, അല്ലെങ്കിൽ ഒരു പെയിൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് പൈൽസ് ആണ്. അത് തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖങ്ങളല്ല. ഇത് മൂന്നും വെവ്വേറെ അസുഖങ്ങളാണ്. പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല. പൈൽസ് എന്ന് പറയുമ്പോൾ ഒരു ഈ കുറച്ച് പറഞ്ഞ പോലെ ഈ ഞരമ്പെല്ലാം കൂടെ കയറി പെടച്ച് ആ ഭാഗത്ത് ഉണ്ടാവുന്ന ഒരു ബൾജ് മാത്രമാണ്. അതിൽ നിന്ന് പിന്നെ ചെറുതായിട്ടൊന്ന് മോശം പോകുമ്പോൾ വെടിച്ചിട്ട് അതിൽ നിന്ന് ബ്ലീഡിങ് വരുന്നതിനാണ് പൈൽസ് എന്ന് പറയുന്നത്. ഫിഷർ എന്ന് പറയുന്നത് ഒരു മലബന്ധം വന്നിട്ട് മലം കട്ടിയായിട്ട് പോയി അവിടെ ഒരു വ്രണം ഉണ്ടാവും, ഒരു മുറിവുണ്ടാവും. ആ മുറിവിൽ കൂടെ ഒരു ബ്ലഡ് വാർന്നു വരുന്നതിന് മാത്രമാണ് ഫിഷർ എന്ന് പറയുന്നതും. ഫിസ്റ്റുല എന്ന് പറയുന്നത് ഇത് രണ്ടുമല്ലാതെ മൂന്നാമത്തെ ഒരു അസുഖമാണ്. അതിലെന്താന്ന് വെച്ചാൽ നമ്മള് ഒരു ഗ്ലാൻഡ് ഉണ്ട്, നമ്മളെ മോശം പോകുന്ന ഭാഗത്തൊരു ഗ്ലാൻഡ്. അതിനകത്ത് പഴുപ്പ് കെട്ടി ഇൻഫെക്ഷൻ ആയി പഴുത്ത് പൊട്ടി ബട്ടക്സിലെ ഒരു മൂലക്കുരു പോലെ ഒരു കുരു പോലെ വരുന്നതിനൊരു അവസ്ഥയാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. അത് ഈ മൂലക്കുരു എന്നൊക്കെ വളരെ കോമൺ ആയിട്ട് പറയുന്ന ഒരു സംഭവം. അത് വേറൊരു കാര്യമാണ്. അതിൽ ബ്ലീഡിങ് ഉണ്ടാവത്തില്ല. ബട്ടക്സിന്റെ ഏതെങ്കിലും ഭാഗത്തൂടെ കുറച്ച് പഴുപ്പ് മാത്രം വരത്തുള്ളൂ. അതിനാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ ചൊറിച്ചിലൊക്കെ ഉണ്ടാവുന്നതൊക്കെ ഏതിലായിരിക്കും? പൈൽസിലാണോ അതോ ഈ ഫിസ്റ്റുലയിലാണ് കൂടുതലും ചൊറിച്ചിൽ? അത് ആ ഭാഗത്ത് പഴുപ്പ് വന്നിട്ട് ബട്ടക്സിന്റെ ആ ഭാഗത്ത് പഴുപ്പൊക്കെ തട്ടി ഇറിറ്റേഷൻ ഉണ്ടാകുമ്പോഴാണ് ഫിസ്റ്റുലയിലാണ് കൂടുതലും ചൊറിച്ചിലൊക്കെ കാണുന്നത്. എന്ത് വന്നിരുന്നാലും നമ്മൾ ആദ്യം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം എന്നുള്ളതാണ്. അത് എന്താണെന്ന് നമ്മൾ തീരുമാനിക്കുന്നതിനേക്കാളും ബെറ്റർ ഒരു കൺസൾട്ടന്റ് സർജനെ, ഗാസ്ട്രോ സർജനെ കണ്ട് തീരുമാനിക്കുന്നതന്നെയാണ് ഏറ്റവും ബെറ്റർ. ഡോക്ടർ, നമ്മളിപ്പോ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിലാണ് ഇതൊക്കെ വരുന്നതെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ കൂടുതലും ആൾക്കാർ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മൊബൈലൊക്കെ എടുത്തുകൊണ്ട് ബാത്റൂമിൽ പോയി ഇരുന്ന് അതും കണ്ട് കുറേ മണിക്കൂർ ഇരിക്കുന്ന ആൾക്കാരാണ്. പലപ്പോഴും മൊബൈൽ ഇല്ലാതെ ഇപ്പൊ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ഈ ഇത്രയും സമയം ടോയ്ലറ്റിൽ ചെലവഴിക്കുമ്പോൾ ഇതുവഴി ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ടോ? അത് ഒരു ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു സാധ്യത ഇല്ല. എന്നിരുന്നാലും നമ്മൾ അവിടെ പോയി ഇരുന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്ത് ഒരു ഫ്രൂട്ട്ഫുൾ അല്ലാത്ത, അതായത് റിസൾട്ട് കിട്ടാത്ത ഒരു മുക്കി ഇരിക്കുമ്പോൾ ആ മുക്കുമ്പോൾ തന്നെ അതിനകത്ത് ഞരമ്പിലെ പ്രഷർ കൂടും. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ ഒരു അതായത് മോശം പോകണം എന്നൊരു തോന്നല് വരുമ്പോൾ അവിടെ പോയി മോശം പാസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അപ്പൊ അല്ലാതെ ശ്രദ്ധ തീർച്ചയായിട്ടും. അപ്പൊ ആ ശ്രദ്ധ നമുക്ക് ഡൈവേർട്ടായി നമ്മൾ മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു ഫ്രൂട്ട്ഫുൾ അല്ലാത്ത ഒരു എഫേർട്സ് മാത്രം ഇട്ടുകൊണ്ടിരുന്നാൽ മോശം പോകത്തുമില്ല. കുറേ സമയം നമ്മൾ ആ ഞരമ്പിലെ പ്രഷർ വരികയും ചെയ്യും. എന്നാൽ മോശം പോവാതെ അവിടെ ഒരു പ്രഷർ കൂടി ഹെമറേജ് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്കൊരു പറയാം. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഡോക്ടർ, ഈ പൈൽസ് എന്ന് പറയുന്ന രോഗം വന്നു കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായി മാറ്റാൻ പറ്റുമോ? ഏത് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് നമുക്ക് ഈ സർജറി പോലെയുള്ളവയൊക്കെ വേണ്ടി വരുന്നത്? അതായത് പൈൽസിനെ 4 സ്റ്റേജായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ആരംഭത്തിൽ ഒരു ചെറിയ മൊട്ട് പോലെ, പിന്നെ കുറച്ചും കൂടെ വലുത്, പിന്നെ 4ാമത്തെ സ്റ്റേജ് പുറത്തേക്ക് തള്ളി, നിഷ പറഞ്ഞ പോലെ തന്നെ അത് ഞരമ്പ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി ബൾജ് പോലെ കാണും. അതിനാണ് 4th സ്റ്റേജ് എന്ന് പറയുന്നത്. 4th സ്റ്റേജിലും 3rd സ്റ്റേജിലും എല്ലാം തീർച്ചയായിട്ടും നമ്മൾ സർജറി ചെയ്യേണ്ടി വരും. ഫസ്റ്റ് സ്റ്റേജ്, 2nd സ്റ്റേജ് ആണെങ്കിൽ മാത്രം മെഡിസിൻസോ ലേസറിലൂടെ അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏത് സ്റ്റേജ് ആണെങ്കിലും പൈൽസ് എന്ന് കണ്ടുപിടിച്ചാൽ ഡയറ്റിന്റെ കാര്യത്തിൽ വേറെ വിട്ടുവീഴ്ച ഒന്നുമില്ല. അപ്പൊ ആ ഡയറ്റ് പേഷ്യന്റ് തീർച്ചയായിട്ടും ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. കൂടാതെ ബാക്കി ട്രീറ്റ്മെന്റ് സ്റ്റേജ് അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. ഓക്കെ. ഇത് ക്യാൻസറിലേക്കോ മറ്റ് പല രോഗങ്ങളിലേക്കോ നയിക്കാറുണ്ടോ? അതൊരിക്കലും ഇല്ല. പൈൽസ് വന്ന് അതിന്റെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അത് അവഗണിച്ച് കൊണ്ട് നടന്നാൽ പോലും ബ്ലീഡിംഗ് ഉണ്ടാകും എന്ന് ഒഴിച്ചാൽ ക്യാൻസറിലേക്കൊന്നും അത് നയിക്കത്തില്ല. ഡോക്ടറെ, ഈ പൈൽസിന്റെ ട്രീറ്റ്മെന്റിൽ ലേസർ ആണോ അതോ സ്റ്റേപ്ലർ ആണോ ബെറ്റർ? എങ്ങനെയാണ് നമുക്ക് ഇത് റിക്കവർ ചെയ്ത് എടുക്കാൻ സാധിക്കുന്നത് ഈ ഒരു രോഗത്തെ? ലേസറും സ്റ്റേപ്ലറും രണ്ടിലെ നമുക്കൊരു ഓപ്ഷൻ ജനറലി കിട്ടാറില്ല. ലേസർ എന്ന് പറയുന്നത് ഇനിഷ്യൽ സ്റ്റേജസിന് മാത്രം, 1st, 2nd, 3rd സ്റ്റേജ് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയവും,
ഈ സ്റ്റേപ്ലർ എന്ന് പറയുന്നത് 3rd സ്റ്റേജ് 4th സ്റ്റേജിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യൂറേറ്റീവ് ട്രീറ്റ്മെന്റുമാണ്. അല്ല ലേസർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുറമേ കാണുന്ന ഞരമ്പിനെ മാത്രം കരിച്ചു കളയുക എന്നുള്ള രീതിയിലുള്ള ഒരു ടെമ്പററി ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് നോക്കി കാണാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും ലേസർ ചെയ്യുമ്പോൾ വേദന കുറവായിരിക്കും, റിക്കവറി ഫാസ്റ്റ് ആയിരിക്കും. സർജറി കഴിഞ്ഞ പ്രൊസീജിയർ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് തന്നെ നമുക്ക് ജോലിക്കോ പഠിക്കാനോ ഒക്കെ പോകാൻ പറ്റും. പക്ഷെ സ്റ്റേപ്ലർ സർജറി ഒരു ദിവസം കൂടെ എടുക്കും എന്ന് ഒഴിച്ചാൽ സ്റ്റേപ്ലർ ആയാലും വലിയ പെയിൻ ഒന്നും കാണത്തില്ല. കാരണം ഇത് അകത്തോട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ മാത്രമാണ്. അപ്പോൾ അത് അകത്ത് സ്റ്റേപ്ലർ ചെയ്ത് കഴിയുമ്പോൾ പുറമേ ഉള്ള ഞരമ്പുകളെല്ലാം അതങ്ങ് തന്നെ ദ്രവിച്ചു പോകുന്ന രീതിയിലാണ് ട്രീറ്റ്മെന്റ് അത് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് റിക്കവറി വൈസ് വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. ലേസർ ആയാലും സ്റ്റേപ്ലർ ആയാലും പെയിൻ ഒന്നും കാര്യമായിട്ട് കാണത്തില്ല. ഓക്കെ, ഡോക്ടറിന് എന്ത് ഉപദേശമാണ് ഇങ്ങനെയുള്ള പേഷ്യൻസിന് നൽകാനുള്ളത്? അപ്പോൾ ഇത്രയും നിങ്ങൾ കേട്ട് കഴിഞ്ഞത് വെച്ചിട്ട് എനിക്ക് ഇനി ഒരു കാര്യം പറയാനുള്ളത്, ബ്രീഫ് ചെയ്ത് പറയുവാണെങ്കിൽ പൈൽസ് വരാതിരിക്കാൻ നോക്കേണ്ടത് ഫുഡ് നമ്മൾ പ്രോപ്പറായിട്ട് കഴിക്കണം. അതായത് നമുക്ക് ആവശ്യം പോലെ ഫ്രൂട്ട്സ് കഴിക്കാം, ആവശ്യം പോലെ വെജിറ്റബിൾസ് കഴിക്കാം, വെള്ളം നന്നായിട്ട് കുടിക്കാം. തിരക്കുള്ള ജോലിയാണെങ്കിൽ, നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്ന ടൈപ്പ് ജോലിയാണെങ്കിൽ വെള്ളം റെഗുലറായിട്ട് നല്ലപോലെ കുടിക്കണം. അങ്ങനെ നമ്മളൊരു കോൺസ്റ്റിപ്പേഷൻ വരാതിരിക്കാൻ സൂക്ഷിക്കുകയും ചെയ്യണം. കൂട്ടത്തിൽ വെയിറ്റ് കൺട്രോൾ ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഡയറ്റ് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് നോക്കിയിട്ടും കോൺസ്റ്റിപ്പേഷൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറെ കണ്ട് പൈൽസ് എത്തുന്ന വരെ ഒന്നും കാത്തു നിൽക്കാതെ ഒരു ഡോക്ടറിനെ കണ്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ട് പൈൽസ് വരാതിരിക്കാൻ തന്നെയാണ് തീർച്ചയായിട്ടും സൂക്ഷിക്കേണ്ടത്. വന്നു കഴിഞ്ഞാൽ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് ട്രീറ്റ്മെൻറ്റ്സിലേക്ക് പോകേണ്ടി വന്നേക്കാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.